ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ പഴയ മോഡൽ ആക്റ്റീവാണ്. നമ്മൾ ജന സർവീസായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ജന സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, വാട്ടർ സർവീസ് ചെയ്യുക. അതേപോലെ തന്നെ കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞത് മോർണിംഗിൽ സ്റ്റാർട്ട് ആവാൻ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെൽഫ് ഒരു ടൈം ലാഗ് കാണിക്കുന്നുണ്ട്. കുറച്ചേറെ സ്റ്റക്കായ പോലെ നിന്നപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവാം. പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 20 കിലോമീറ്റർ വേഗതയിലൊക്കെ വണ്ടി ഓടുന്ന സമയത്ത് ഒരു പെട്രോൾ കിട്ടാത്ത പോലെ ഒരു മിസ്സിങ്ങിൻ്റെ പ്രോബ്ലം കാണിക്കുന്നുണ്ട്. അത്രയാണ് നമുക്ക് ഓടിച്ച് നോക്കുമ്പോൾ കിട്ടിയ കംപ്ലൈൻറ്റ്. നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ജന സർവീസിനോടനുബന്ധിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് കിടക്കുന്നത് ഒറിജിനൽ ലൈനറൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ്. പക്ഷേ അത്യാവശ്യം കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്യാം. ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം. ബാക്ക് വീലിൻ്റെ ഷാഫ്റ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് ബെയറിംഗ് വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ ബാക്ക് ടയറൊക്കെ അത്യാവശ്യം പുതിയ ടയർ കിടക്കുന്നത്, ഹബിനായാലും വേറെ പറയുന്നത് കംപ്ലൈൻറ്റ് ഒന്നുമില്ല. അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ബാക്ക് വീലിൻ്റെ റിമ്മ് ഈ സൈഡൊക്കെ തുരുമ്പിട്ട് ഇറങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഒരു ട്യൂബിൻ്റെ ഭാഗമൊക്കെയാണ് ഈ കാണുന്നത്. ചെറുതായിട്ട് തുരുമ്പിട്ട് കോട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പരമാവധി ഉപയോഗിക്കാം. പിന്നീട് നമുക്ക് ടയർ മാറ്റണ സമയത്തൊക്കെ റിമ്മ് എപ്പടി മാറ്റണമെന്നാണ് നല്ലത് കേട്ടോ. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. പുതിയ ഫിൽറ്ററാണ്, കമ്പനി ഫിൽറ്ററിനെ കിടക്കണം, വേറെ കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ആയാലും പുതിയ പ്ലഗ് കിടക്കണേ കമ്പനി പ്ലഗ് തന്നെയാണ്. അപ്പോൾ നിലവിൽ പ്ലഗും എയർ ഫിൽറ്ററൊക്കെ ഓക്കെയാണ്. അതേപോലെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റും ഓക്കെയാണ്. ക്ലീൻ ചെയ്തിട്ടാൽ മതി. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഫുള്ളായിട്ട് അയച്ചിട്ടുണ്ട്. ക്ലച്ച് ചെക്കപ്പ് നമുക്ക് ജന സർവീസിൽ ക്ലച്ച് ചെക്കപ്പ് ഉള്ളതാണ്. CVT ക്ലച്ചാണ്, ബെൽറ്റ് ഡ്രൈവാണ് നമ്മുടെ വണ്ടി. അപ്പോൾ നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം, ക്ലച്ചിൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അയച്ചാണ്. നമ്മളതിൻ്റെ ബെൽറ്റൊക്കെ അയച്ച് നോക്കുന്ന സമയത്ത് കമ്പനി ബെൽറ്റ് കിടക്കണം. ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്, പുതിയ ബെൽറ്റാണ് കേട്ടോ, പുത്തൻ ബെൽറ്റ് കിടക്കണം. അപ്പോൾ നമുക്ക് ബെൽറ്റുമായി ബന്ധപ്പെട്ട് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ അതിൻ്റെ ഓയിൽ സീലുകൾ നമ്മൾ ചെക്ക് ചെയ്തു, ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവർ, റോളർ, ഇതൊക്കെ ശരിക്കും CVT ക്ലച്ചിൻ്റെ ഓരോ പാർട്ടുകളാണ്. അത് ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. നിലവിൽ വേറെ കംപ്ലൈൻറ്റ് ഇല്ല. വേരിയേറ്റർ ബോഡിയുടെ ഭാഗത്ത് വേറെ പ്രോബ്ലം ഇല്ല. ക്ലച്ച് യൂണിറ്റിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് പറഞ്ഞാൽ ക്ലച്ച് ഷൂ ഉപയോഗിച്ച് തീരാറായിട്ടുണ്ട്. ഏകദേശം നമുക്ക് പറഞ്ഞ് നമുക്ക് ഈ ബ്രേക്കിൻ്റെ ലൈനർ പോലത്തെ ഒരു പീസാണ് തന്നെ. അത് ഏകദേശം അതിൻ്റെ ഒരു മാക്സിമം ലൈഫിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ചെറിയ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അയച്ച് നമ്മൾ ഗ്രീസ് ചെയ്തിടുന്നുണ്ട്. പിന്നെയുള്ള കംപ്ലൈൻറ്റ് ബെൻഡെക്സ് ആണ്. ഈ ബെൻഡെക്സ് ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്ന പോലെ നിൽക്കുന്നുണ്ട്. അതാണ് നമുക്ക് ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് ഒരു ടൈം ലാഗ് ഒന്ന് സ്റ്റക്ക് ആയ പോലെ നിന്നിട്ട് സ്റ്റാർട്ട് ആവുന്നത്. അത് ഈ ബെൻഡെക്സിൻ്റെയാണ്. ചില സമയങ്ങളിൽ ഇതേപോലെ കയറി വന്ന് ഇറങ്ങി പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതിപ്പോൾ നിലവിൽ നമ്മൾ അതിന് വേണ്ടി മാറ്റണമെന്നില്ല. ഏകദേശം ഒരു 1000 രൂപ താഴം അതിന് മാത്രം നമുക്ക് ചിലവിൻ്റെ കേസാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ട് ആ ഒരു ടൈം പ്രശ്നം കാണിച്ചാൽ നമ്മൾ സെൽഫ് സ്വിച്ച് മേന്ന് കൈ എടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി സെൽഫ് അടിക്കുക. അങ്ങനെ 2 പ്രാവശ്യം അടിച്ച് കഴിയുമ്പോൾ സെൽഫ് ആയിക്കോളും. ഇനി അതല്ലെങ്കിൽ പിന്നെ നമുക്ക് പിന്നീട് കുറേ കൂടി കഴിയുമ്പോൾ അങ്ങനെയും ആവാത്ത കണ്ടീഷനിലേക്ക് വരും. അപ്പോൾ നമുക്ക് ഈ ബെൻഡെക്സ് യൂണിറ്റ് മാറ്റിയിടേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് തൽക്കാലം അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ നമുക്കൊരു 20 കിലോമീറ്റർ വേഗതയിലൊക്കെ ഓടുന്ന സമയത്ത് മിസ്സിങ്ങിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കംപ്ലൈൻ്റ് ആയിട്ട് കസ്റ്റമർ പറഞ്ഞല്ല, നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ നമുക്കൊരു കിട്ടിയ കംപ്ലൈൻ്റ് ആണ്. അത് നമുക്ക് കാർബേറ്ററുമായി ബന്ധപ്പെട്ട തന്നെ പ്രോബ്ലം ഉണ്ടോ. അപ്പോൾ കാർബേറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ സ്ലോ ജെറ്റൊക്കെ ഓൾറെഡി ബ്ലോക്ക് ആയേക്കണമെന്ന് കാണുക. കാരണം നമ്മളിപ്പോൾ വണ്ടി വേഗത കുറഞ്ഞ് പോകുന്ന സമയത്ത് ഓൾറെഡി സ്ലോ ജെറ്റിക്കൂടെ മെയിൻ ജെറ്റിക്കൂടെയാണ് എടുക്കുക. അപ്പോൾ സ്ലോ ജെറ്റിനേക്കൂടെ കിട്ടുന്ന പെട്രോളിൻ്റെ അളവ് കുറയുമ്പോൾ മിസ്സിങ്ങിൻ്റെ പ്രോബ്ലം കാണിക്കാം. അപ്പോൾ അത് കാർബേറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം നല്ലതാണ്. കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്ത് സ്ലോ ജെറ്റ് മാറ്റി റീസെറ്റ് ആക്കുകയാണെങ്കിൽ ആ ഭാഗം കറക്റ്റ് ആയിക്കോളും കേട്ടോ. അപ്പോൾ അത് നമുക്ക് ജനറൽ സർവീസിൽ വന്നവർക്കല്ല, അഡീഷണൽ വന്ന കേസാണ്. അപ്പോൾ അത് ഏകദേശം ഒരു 500-550 രൂപ നമുക്ക് അതിന് മാത്രം ചിലവുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറയാം. ഓൾറെഡി അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട് വണ്ടിക്ക്. അത് റെഡി ആവണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാർബേറ്റർ അഴിച്ചാൽ തന്നെയാണ് അത് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ ഏകദേശം ഒരു 550 രൂപ നമുക്ക് അഡീഷണൽ ചിലവുന്ന കേസാണ്. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ഹെഡ് കവർ ഗ്യാസ്കറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നും ഹെഡിൻ്റെ ഭാഗത്തില്ല. ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്, ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട്. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് സർവീസിനോടനുബന്ധിച്ച കൂടുതലുള്ള വർക്കാണ്, അതിന് വേണ്ടി അയച്ചാണ് കേട്ടോ. ഫ്രണ്ട് ബ്രേക്ക് ലൈനർ നമുക്ക് കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട്. അതായത് ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ ഈ ലൈനർ ഏകദേശം തീരുന്ന ഒരു സ്റ്റേജിലേക്ക് ആയിട്ടുണ്ട്. നെക്സ്റ്റ് അടുത്ത സർവീസിലൊക്കെ ഒരു പക്ഷേ നമുക്കത് മാറ്റേണ്ടതായിട്ട് വന്നേക്കും കേട്ടോ. പിന്നെ അതേപോലെ ഫ്രണ്ട് വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ ടയറും ഈ പറഞ്ഞ രീതികളെ വേറെ കംപ്ലൈൻറ്റ് ഒന്നും കാണുന്നില്ല കേട്ടോ. കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തേമാനം നോക്കുമ്പോൾ കറക്റ്റ് പോർഷനിലുള്ള കറക്റ്റ് സെൻട്രൽ ഭാഗം ഇങ്ങനെ തടിച്ച് രണ്ട് സൈഡും തേഞ്ഞ് പോകുന്നുണ്ട്. അത് നമുക്ക് ആ ടയറിൻ്റെ ഒരു കംപ്ലൈൻറ്റ് ആയിട്ടാണ് മനസ്സിലാവുക. ടയർ ആ മോഡൽ ടയർ ആയതുകൊണ്ട് വന്ന മിസ്റ്റേക്കാണ്. നമ്മൾ മാറ്റിയിടുന്ന സമയത്ത് അപ്പോളോ സിയറ്റ് അങ്ങനത്തെ ഏതെങ്കിലും അല്ലെങ്കിൽ MRF-ൻ്റെ അതൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് തീരെ ലോ ക്വാളിറ്റി ടയറാണ് നമുക്ക് കിടക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്തോളൂ. 2024 മോഡൽ ബാറ്ററിയാണ് വണ്ടി ഇരിക്കുന്നത്. പുതിയ ബാറ്ററിയാണ്, വാറണ്ടി പീരീഡിലുള്ളതാണ്. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13 വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡ് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഓക്കെ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഈ റൈറ്റ് സൈഡിൽ പറഞ്ഞ ബ്രേക്ക് ലിവർ ഒടിഞ്ഞിരിക്കുന്നുണ്ട് സൈഡ് കേട്ടോ. അപ്പോൾ അതൊന്ന് കൈയോടെ മാറ്റിയിടാം. അതേപോലെ തന്നെ അതിൻ്റെ ആ സ്വിച്ച് ബ്രേക്കിൻ്റെ സ്വിച്ചും വർക്കിംഗ് കറക്റ്റല്ല. അപ്പോൾ ആ ബ്രേക്ക് സ്വിച്ചും ടയറും കൂടി മാറ്റുന്നത് അല്ല, ബ്രേക്ക് സ്വിച്ചും ആ ലിവറും കൂടി മാറ്റിയിടാം കേട്ടോ. അതേപോലെ തന്നെ ഈ ആക്സിലേറ്ററിൻ്റെ കേബിൾ ഇവിടെ പൊട്ടിയിരിക്കണം കേട്ടോ. നമ്മൾ നോക്കുമ്പോൾ ഓക്കെ ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ സൈഡ് പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇന്നറാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ആ കേബിൾ മാറ്റിയിടണം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഇടയ്ക്ക് ആക്സിലേറ്റർ കേബിൾ പൊട്ടി പോകുന്ന കണ്ടീഷൻ വരും കേട്ടോ. പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. ഇത് നിങ്ങൾക്ക് ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് കിട്ടുന്നുണ്ടാവില്ല. നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് പോകുമ്പോൾ കാണുന്ന ഓരോ കംപ്ലയിൻസുകളാണ്. അപ്പോൾ അത് നമ്മൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നുള്ളൂ. നോക്കിയിട്ടൊന്ന് പറയാം. ഇപ്പോൾ നോക്കുമ്പോൾ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ഓൾറെഡി ഔട്ടർ പൊട്ടിയിട്ട് ഇന്നറിൻ്റെ ബലത്തിലാണ് ഈ കിടന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ട് പറയാം. മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. ടോട്ടൽ എസ്റ്റിമേറ്റ് അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ട് മാറ്റാണെങ്കിൽ ആ എമൗണ്ടിൽ നമുക്ക് ചെയ്തു പോകാം. അതല്ലെങ്കിൽ നമുക്കത് കട്ട് ചെയ്യുന്ന ആ രീതിയിൽ കട്ട് ചെയ്യാം. പക്ഷേ നമുക്ക് ആക്സിലേറ്റർ കേബിൾ ഇടയ്ക്ക് പൊട്ടി വഴിയിൽ പെടാനുള്ള സാധ്യത 100% കേട്ടോ. പിന്നെ ഈ പറഞ്ഞ എയർ ഫിൽറ്ററും പ്ലഗിൻ്റെ കേസൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറയുന്നത്, ചെക്ക് ചെയ്തിട്ട് മാറ്റാനാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ അതിനകത്തേക്ക് നോക്കുമ്പോഴല്ലോ ഓയിൽ ലെവൽ കുറവ് കാണുന്നുണ്ട്. ശരിക്കും നമുക്ക് 800 മില്ലി ഓയിലാണ് ഇതിനകത്ത് ഫില്ല് ചെയ്യാം. അപ്പോൾ അതിനകത്ത് 500 മില്ലി ഓയിലുള്ളൂ, 300 മില്ലിയുടെ കുറവ് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ഓയിൽ ഒഴിക്കണേലും നല്ലത്, ഇതിനകത്തേക്ക് മിക്സ് ചെയ്യണേലും നല്ലത് ശരിക്കും ഓയിൽ ഫുള്ളായിട്ട് മാറ്റി റീസെറ്റ് ചെയ്യണതായിരിക്കും. അപ്പോൾ ഞാൻ എഞ്ചിൻ ഓയിലും കൂടി എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്.
അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെല്ലാം പാർട്സുകൾ അത്യാവശ്യം വേണ്ട പാർട്സുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും വാട്സാപ്പിലേക്ക് ഇടാം. ഞാൻ വീഡിയോ സഹിതം വാട്സാപ്പിലേക്ക് ഇട്ടുതരാം. അതൊന്ന് കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ. കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അതിനകത്ത് നമ്മൾ ആക്സിലേറ്റർ കേബിൾ ഉൾപ്പെടുത്തുന്നുണ്ട്, ബ്രേക്ക് ലിവർ ഫ്രണ്ടിലത്തെ ബ്രേക്ക് സ്വിച്ച് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും എഞ്ചിൻ ഓയിൽ ബോട്ട് വാഷ് ഓറിങ്, പിന്നെ ജനറൽ സർവീസ്, വാട്ടർ സർവീസ് ഒക്കെ അതിനകത്ത് വരും. അതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് വാട്സാപ്പിൽ ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്.